സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സന്തോഷത്തോടെ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ. രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എന്റെ മക്കളെ, നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഇവിടെ തീർത്ഥാടകരെ പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, രോഗികള്, പീഡിതര്, സാമ്പത്തിക ബാധ്യതകളായ കർത്താവേ, മനസ്സ് കെട്ടുപോയവരെ, ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പാടില്ലാത്തവരെ, കർത്താവെ പഠനം കുഴച്ചു പോയവരെ, കർത്താവെ ജോലി ഇല്ലാത്തവരെ, കർത്താവെ പ്രാർത്ഥനയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തവര്, വിശ്വസിക്കാൻ കഴിയാത്തവര്, മാരക രോഗികള്, തീരാവേദികള്, സർവ്വ രോഗികള്, കണ്ണിന് കാഴ്ച കുറവുള്ളവര്, കൊഴിഞ്ഞു പോകുന്നവര്, കർത്താവെ മനസ്സിന് ഡിപ്രഷൻ ബാധിച്ചവരെ, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ മക്കളും അഭിഷേകം പ്രാപിക്കട്ടെ, രക്തത്താൽ അഭിഷേകം പ്രാപിക്കട്ടെ, രക്തത്തെ പ്രാവർത്തിക്കട്ടെ. മാർഗ രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ശരീര ശോഷണങ്ങള് യേശു നാമത്തില്, യേശു നാമത്തില്, യേശു നാമത്തില് മാറിപ്പോട്ടെ. ശ്രദ്ധിക്കട്ടെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവ തിരുസന്നിധി വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാർ ചിലപ്പോൾ വെന്റിലേറ്റർ ഐസിയുലായിരിക്കാം. പക്ഷേ വെൻ വി കം ടു ദി ഫ്രണ്ട് ഓഫ് ദി റിസൺ ലോർഡ് മസ്റ്റ് ബി ഹാപ്പി. കർത്താവിന് തിരുസന്നിധി വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ സന്തോഷവാന്മാരായിട്ട് കാണപ്പെടുമ്പോൾ കർത്താവ് എന്ത് വിചാരിക്കും? നിങ്ങൾ കർത്താവിൻ്റെ ഉത്ഥാനത്തെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിഷമതകളെ, കടങ്ങളെയും ഇപ്പോഴും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കണമെന്ന് ദൈവം വിചാരിക്കും, അല്ലേ? അപ്പോൾ എപ്പോഴും ദൈവദൃശ്യം വരുമ്പോൾ ഹാപ്പി ആയിട്ട് വരണം. എന്താ കാരണം? അത് പാടാണ്, കുറേ നാൾ നമ്മൾ പരിശീലനം നേരേണ്ടി വരും. എങ്കിലും നമുക്ക് തുടങ്ങിയൊക്കെ വെക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്തൃസന്നിധിയിൽ വരുമ്പോൾ എല്ലാം മറന്ന് എല്ലാം ഏൽപ്പിച്ച് ഫ്രീ ആയി സന്തോഷത്തോടെ അങ്ങേ സ്തുതിക്കാൻ, ഉത്ഥാനത്തെ വാഴ്ത്തുവാൻ, മഹത്വത്തെ പ്രതീക്ഷിക്കുവാൻ, വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം. വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം. ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസം പ്രഖ്യാപിച്ചു മുന്നേറുവാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാ, പാടുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് കണ്ണീരുണ്ട്, വിഷമതകളുണ്ട്, പക്ഷേ നിങ്ങൾ കർത്താവിൻ തിരുസന്നിധിയിൽ നീണ്ട സമയത്ത് സ്തുതിക്കുകയും അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം, അല്ലേ? ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് എന്താ, വാട്ട് ഈസ് ഹാപ്പനിങ്? കർത്താവിൻ്റെ ദിവസമാണിന്ന്, ഞായറാഴ്ച, അല്ലേ? കർത്തൃ തിരുസന്നിധിയിൽ വരാനും സമയങ്ങളെടുത്ത് അവിടുത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. കൈ ഇട്ടിച്ച് കർത്താവ് ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാ, താടുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാ, പാടുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാ, പാടുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഭയങ്കര രസകരമായ ഒരു സാക്ഷ്യം കേട്ട് നിങ്ങൾ കണ്ടു കാണാം. അതായത് കോതമംഗലത്തുകാരനാണ് റിജി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് ആദ്യം ഈ സാക്ഷ്യം ഇയാളെ പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാക്ഷ്യം ലെവലിലേക്ക് വന്നു. പുള്ളി ഒരു ടോൺ ഓഫ് വോയിസ്, സാധാരണ ഒരു ടോണിൽ നല്ല ലാംഗ്വേജിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നീണ്ടു പോകണമെന്നല്ല, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞത് ഇടിവെട്ട് സാക്ഷ്യമാണ്. കാര്യം ആ സാക്ഷ്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ കയറിക്കൊണ്ടിരിക്കുന്നത്.
50,000 കയറിപ്പോയി. അത് പെട്ടെന്ന് കയറിപ്പോയി. പുള്ളിക്കാരൻ പറഞ്ഞ ഇതാണ്, പുള്ളിക്കാരൻ പറയുമ്പോഴൊക്കെ മനസ്സിലാകും. അതായത് അദ്ദേഹവും ഈ റെജിയും ഒരു കൂട്ടുകാരനും കൂടി സഞ്ചരിക്കുമ്പോൾ, കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടാന വെകിളി കൊണ്ട് വരികയാണ്. പക്ഷെ അപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, ഈ ഉടമ്പടി കാശുരൂപ എടുത്തിട്ട് പറയുന്ന വാക്കുണ്ട്, ഇത് ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ്, എനിക്ക് പേടിയില്ല, പക്ഷേ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരന് നിന്നെ പേടിയാണ് ഭയങ്കര, അതുകൊണ്ട് ഞാൻ പറയുന്നു നീ തിരിച്ചു പോകണം. കാട്ടാനയാണ്, കാട്ടുവഴിയാണ്. എനിക്കത് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയോ, ഈ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇപ്പോഴ് എൻ്റെ മനസ്സിൽ പണ്ട് ഈശോ തന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ജനങ്ങൾ ചെയ്യണത്. ഇതുകൊണ്ട് ആക്ടറിൽ പ്രയോഗിച്ച് ചെയ്യണത് അപ്പം ഞാനങ്ങനെ ചിന്തിച്ചത്, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ പറയുമോ, അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ 2 വട്ടം ചിന്തിക്കും. അപ്പോൾ ഈ ഫിലോസഫിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണം ആദ്യം റീസണായിട്ട് ചിന്തിക്കത്തുള്ളൂ. ഈ ഫിലോസഫിയൊക്കെ പഠിച്ചുള്ള കുഴപ്പമതാ, വിശ്വാസമല്ല പഠിച്ചിരിക്കുന്നത്, ഫിലോസഫിയല്ലേ. അതുകൊണ്ട് വിശ്വാസം പഠിച്ചാൽ പ്രശ്നമില്ല. ഫിലോസഫി പഠിക്കുമ്പോൾ എല്ലാം യുക്തിപുസ്തകമായിട്ട് സിങ്കാകുന്നുണ്ടോ നോക്കും. സിങ്കാകാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടി തൈലത്തിൽ എന്ത് തരുമ്പോൾ ഞാൻ എപ്പോഴും ഇത് യുക്തിപുസ്തകമായിട്ട് സിങ്കാകുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യകാലം നോക്കുമായിരുന്നു. കാര്യം എക്കാലം ഇപ്പോൾ എൻ്റെ ഈ കാലമല്ല പ്രശ്നം, ഞാൻ ഇല്ലാത്ത ഒരു കാലത്ത് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്ത് നിർത്തുമോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതാണ് ഞാൻ യുക്തി എന്ന് പറഞ്ഞത്, അതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി അല്ലാത്തവരൊക്കെ ഈ കാലം ഒറ്റ ചിന്തിക്കത്തുള്ളൂ. ഞാൻ ഇല്ലാത്തവർ 500 കൊല്ലം കഴിയുമ്പോൾ ഉടമ്പടി തൈലത്തിന് എന്ത് സംഭവിക്കും, 500 കൊല്ലം കഴിയുമ്പോൾ ഉപ്പിനെന്ത് സംഭവിക്കും. കാരണം അതുകൊണ്ട് മാക്സിമം വലിയ സാക്ഷ്യങ്ങൾ, ഞാൻ വിചാരിച്ചതിനൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ് ദൈവം നൽകണത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലിരിക്കണ എന്താണ്, ഉടമ്പടി തൈലമാണോ, ഉപ്പാണോ, കാശുരൂപമാണോ, അതല്ല, അതുപോലെ പ്രശ്നമാണ്, അതുപോലെ വിഷയമാണ്, ആരാണത് പ്രയോഗിക്കണതെന്നുള്ളത്. നിഷ്കളങ്കമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഈ റെജി എന്ന് പറയുന്ന ആൾ. കാര്യം എന്താണ്, അയാളൊരു നോൺ ക്രിസ്ത്യനാണ്, അതാണ് സംഭവം. അയാൾക്ക് ഫസ്റ്റ് ടൈം അയാൾക്ക് ഫെയ്ത്ത് കിട്ടുകയാണ്. ഫെയ്ത്ത് വെച്ച് അയാൾ ആഘോഷിക്കേണ്ട ശരിക്കും, അതാണ് വിഷയം. അയാളൊരു നോൺ ക്രിസ്ത്യനാണ്, ഫസ്റ്റ് ടൈം ഹീസ് ഗെറ്റിംഗ് ദ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് കിട്ടിയിട്ട് അയാൾക്ക് നിക്കപ്പുറത്തില്ലാത്ത രീതിയിൽ അടയാളങ്ങൾ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ഹീസ് ബിലീവ് ഫേംലി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ കാട്ടാനയുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഉയർത്താൻ പറ്റണത്. ആ ഫെയ്ത്ത് അത് വർക്കൗട്ട് ചെയ്ത ഉടനെ, അതായത് ഇത് നമ്മൾ അനിർവചനീയമായി ചിന്തിക്കാൻ പറ്റാത്ത ശക്തി ഇതിലുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഉപയോഗിക്കുന്നവർ ഇപ്പം തന്നെ ആലപ്പുഴ പോകാം, അളിയനെയും കാണാം, ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അയ്യോപാപികളില്ലേ, ഭയങ്കര പാടായിരിക്കും ഉടമ്പടി. അവർക്ക് അറിയത്തില്ല അവരെങ്ങനെ എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഇന്നൊരുത്ത വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, പ്രദേശത്തിനോട് ചോദിച്ച് ഉടമ്പടി വേറെ എവിടെയെങ്കിലും ഉണ്ടാകും. ഉടമ്പടി ഇവിടെ നിങ്ങൾക്ക് തോന്നണ്ട ഓൾ ഓൺ എ സഡൻ ഒരു ഉടമ്പടി ഇങ്ങനെ തന്നാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, 4 വയസ്സ് മുതലുള്ള ബന്ധമാണ്. ഇതുവരെയൊക്കെ ഒരിക്കലും ഞാൻ പറയാറുണ്ട്, ഒരിക്കലും പൊട്ടിപ്പോയിട്ടില്ല ആ ബന്ധത്തിൽ. 9ാം ക്ലാസ് 10 മാത്രമേ ഇത്തിരി പ്രാർത്ഥന കുറഞ്ഞു പോയുള്ളൂ. അത് ഒരു ആണുങ്ങളതിനെ ഈ സാധാരണ പ്രാർത്ഥിക്കാത്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കിട്ടിയപ്പോഴാണ് ഇത്തിരി ബ്രേക്ക് വന്നത്. അതുവരെയൊക്കെ ഒരു ബ്രേക്കും ഇല്ല. എൻ്റെ മക്കളുടെ കാര്യം ചെയ്യണം. അതായത് നിങ്ങളിത് എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കണം എന്നൊക്കെ. പ്രാർത്ഥന അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല ദൈവത്തെ കാണാനും കണ്ടുമുട്ടാനും. ഇപ്പം എനിക്ക് പ്രണയം തോന്നുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രണയം തോന്നും. ഈശ്വരനെക്കുറിച്ച് എപ്പോഴും ഓർക്കും, അമ്മയെക്കുറിച്ച് ഓർക്കും, അപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങും. അല്ല, എനിക്കൊരു ഇഷ്യൂ വേണ്ട പ്രാർത്ഥിക്കാൻ. നിങ്ങളും എന്നെപ്പോലെ ആകണം. ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണത്. അങ്ങനെയല്ല, കുറച്ചങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലെത്തും. എന്നിട്ട് അല്പം നമുക്ക് ലിഷർ ടൈം കിട്ടുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ ഓർത്താൽ പിന്നെ വചനം വായിച്ചിരുന്നിട്ട് വചനം വായിക്കും. വചനം എന്താണ് പറയണത്, ഈശോ എന്താ പറയണത്, ഇപ്പം എന്താ പറഞ്ഞത്, ഈശോ എന്താ ഉദ്ദേശിക്കണത്, പിന്നെ അത് പ്രാർത്ഥനയാക്കി മാറ്റും. കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം ഉള്ളവർക്കുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാനല്ല, ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവ് പ്രാർത്ഥിച്ചോളും. ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. അല്ല, അമ്മയും അപ്പനും ഒക്കെ ഒരു സമയത്തെ നമ്മൾ വിളിക്കത്തുള്ളൂ. അവർ ചത്തുപോയാൽ പിന്നെ വിളിക്കുമോ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി? ഇല്ല. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കണമെന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോഴേ വിളിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അവർ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ആധ്യാത്മികത നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ആന്തരിക പ്രണയ
ബന്ധമുണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുമായി എനിക്ക് ആന്തരികമായ ഹൃദയബന്ധമുണ്ടാകാൻ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അങ്ങേ അറിഞ്ഞ് സ്നേഹിച്ച് നിബന്ധനകൾ പാലിച്ച് ദൈവശക്തി കൈവരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് പാടാം സന്തോഷത്തോടെ, ദൈവസ്നേഹത്തോടെ, വിശ്വാസത്തോടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ഉറക്കെ ചേർന്ന് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കരം ഉയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയംതുറന്ന് സ്തുതിക്കാം. യേശുവേ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ
നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കായിട്ട് ദൈവസ്നേഹം നിറഞ്ഞിരിക്കണം. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു ഉടമ്പടിയെക്കുറിച്ച് എന്തുമാത്രം ഓർമ്മയുണ്ട്, അതാണ് ഉടമ്പടിയുടെ റേറ്റിംഗ്, നിങ്ങളുടെ സ്റ്റാറ്റസ്. ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഓർമ്മ ദൈവസ്നേഹത്തിന് ആനുപാതികമാണ്. Take the word of God. സങ്കീർത്തനം 111 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ആരാധന. 111 സങ്കീർത്തനം 5-ാം തിരുവചനം. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് സംഭവം. സങ്കീർത്തനം 111:5 എന്താണ്? അവിടുന്ന് പറഞ്ഞേ, അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള വഴികൾ. ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും നൽകണത്, ചിലപ്പോൾ ബിസിനസ്സായിരിക്കും നൽകണത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജോലിയായിരിക്കും നൽകണത്. അപ്പോൾ അതാണ് ആഹാരം നൽകുന്നത് പറയണത്. അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ആഹാരം കിട്ടുന്ന പോലെ പാത്രത്തിൽ ആഹാരം കൊണ്ട് തരണമല്ല. മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് കറക്റ്റ് ചെയ്യും. നിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ ട്രാൻസ്ഫർ, എവിടെയാണ് എല്ലാ മേഖലയിലും അവിടുന്ന് തൻ്റെ ഭക്തർക്ക്. അതാർക്കാണ് കൊടുക്കണത്? ഭക്തർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണത്. ഭക്തർ എന്ന് പറയണത് നിങ്ങളുടെ എല്ലാം ദൈവസ്നേഹത്തിലായിരിക്കണം, ഈശോയോടുള്ള സ്നേഹത്തിലായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും. രണ്ട് കാര്യമാണല്ലോ ഉടമ്പടിയിലുള്ളത്, ചെയ്യലും ചൊല്ലലും അല്ലേ? ചെയ്യുന്നതും ചൊല്ലലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള എൻ്റെ എല്ലാ ചെയ്യലുകളും ചൊല്ലലും ദൈവസ്നേഹത്താൽ അഭിഷിക്തമായിരിക്കാൻ എന്നെ സഹായിക്കണം. ദൈവസ്നേഹമാണ് എൻ്റെ ഇന്ധനം എന്ന് പറയണത്. അപ്പോഴേ അങ്ങനെ ദൈവം എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റമില്ലല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല അല്ലേ? ജെറമ്യ 33 31 എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജെറമ്യ 31 നിത്യമായ സ്നേഹമാണ്. ജെറമ്യ 31:3 എടുത്തേ. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞേ, കേട്ടില്ലേ? അതാണ് പ്രശ്നം. എന്താ പറഞ്ഞ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അപ്പൊ ഇതിനകത്ത് ഗ്യാപ്പില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് ഗ്യാപ്പില്ല. ഇങ്ങനെ വിട്ട് പിടിക്കണ കേസല്ല, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്ന് പോണതല്ല. മറിച്ച് എന്താണ്? അത് നിത്യമാണ്, അചഞ്ചലമാണ്, അനന്തമാണ്. അത് വിശ്വസ്തതയും അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കണത്. മനസ്സിലായില്ലേ? ഈ ജെറമ്യ 31:3 അനുസരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം 111:5 വർക്കൗട്ട് ചെയ്യണത്. 111:5 എന്താ പറയണത്? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 111:5 തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നിങ്ങൾ അവിടുത്തോട് ചെയ്ത ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ അവിടുത്തോട് ചെയ്ത ഉടമ്പടിയെ സത്യമേ പറയാവൂ. കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത്. അവസാനം കൈ താഴ്ന്നു പോകരുത്. എപ്പോഴും ഉടമ്പടി അനുസ്മരിക്കുന്നവർ കൈപ്പൊക്കിക്കേ. 1 2 3 4 5 6 7 8. താങ്ക് യു. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. അതായത് ഇതിൻ്റെ റെസ്പോണ്ടിങ് ഇങ്ങനെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഓർക്കണം അല്ലത്. അത് ഉഭയകക്ഷി ബന്ധമായത് കാരണം എപ്പോഴും അനുസ്മരിക്കണം. അത് കാരണം ഐ ഹാവ് കാവ്ഡ് യു ഇൻ മൈ പാം എന്ന് അങ്ങനെ വചനമുണ്ടല്ലോ. ഐസയ 49:16 ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താ പ്രശ്നം? അവിടെ പറയുന്നുണ്ട്, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്.
ദാറ്റ് ഈസ് ഉടമ്പടി ഓർമ്മയാണ്. ദൈവവും നമ്മളുമായി ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം തൻ്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളം കൈ ദൈവത്തെ കൊത്തിവെച്ചാൽ തീരാവുന്ന പ്രശ്നം നമുക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളം കൈയിലും ആത്മാവിലും ദൈവത്തെ കൊത്തിവെക്കണം. അതിനാണ് നമ്മൾ ദൈവസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണത് ഓരോ സമയം. ഇതൊരു ഫംഗ്ഷനാക്കി മാറ്റരുത്, ഇതൊരു മിഷനാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്താൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന മിഷണറിമാരാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉടമ്പടി ഒരു ഓർമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓർമ്മ ദൈവത്തിൻ്റെ ഓർമ്മ പോലെ അതിന് സമാന്തരമായിരിക്കണം നമ്മുടെ ഓർമ്മയും. നമ്മൾ ഇടക്കും തലക്കും ഒക്കെ അത് ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യണം. അതനുസരിച്ചാണ് ഉടമ്പടി ജീവനുള്ളതായി മാറുകയും. ഇപ്പോൾ തന്നെ ഈ ജിസ്സ മേരി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ഈ ആഴ്ചത്തെ കിടിലൻ സാക്ഷ്യങ്ങളൊന്ന് ജിസ്സ മേരിയുടെ. ജിസ്സ മേരി ഉടമ്പടി ചെയ്തപ്പോൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് അതിൻ്റെ അകത്ത് ജോലിയൊന്നും ഉടമ്പടി ചെയ്തില്ല. നമുക്ക് ജോലിയില്ല, പക്ഷേ ഉടമ്പടി ചെയ്തില്ല. എന്താ കാര്യമാണ്? ജോലിയുടെ അവിടെ നേഴ്സാണ്, പക്ഷേ ജോലി വേണ്ടതാണ്, പക്ഷേ ഉടമ്പടിയിൽ എഴുതിയില്ല. അതെന്താ കാര്യം? അത് കിട്ടുകയില്ലെന്നറിയാം. അതുകൊണ്ടാണ്. എന്താ കിട്ടാത്തതിൻ്റെ കാരണം? ഗ്യാപ്പുണ്ട് ആളിന് 10 വർഷത്തെ ഗ്യാപ്പുള്ളത് കാരണം, ഉടമ്പടി അത് കിട്ടാത്തത് കാരണം ഉടമ്പടിയിൽ വെച്ചില്ല. ഒരു ഉടമ്പടി കത്തണം, ഫയറാകണ രീതി നോക്കണേ. പക്ഷേ ജിസ്സ മേരി ബേസിക്കായിട്ട് നല്ല ദൈവസ്നേഹത്തുള്ള പാർട്ടിയാണ്. മല്ലപ്പള്ളി ആ സാക്ഷ്യം നിങ്ങൾക്ക് നോക്കണം നല്ലതായിരിക്കും. നല്ല ദൈവസ്നേഹമുള്ള ആളാണ്. ഇപ്പോൾ ഉടമ്പടി ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചുണ്ടായ ഒരു ആധ്യാത്മികതയല്ല. അവർ ബേസിക്കായിട്ട് ഇപ്പോൾ ഇന്നലെ പൂന്തോപ്പിൽ നിന്നൊരു മോള് പറഞ്ഞു, ഞാനിതിൻ്റെ നാട്ടുകാരത്തിയാണ്, ഇവിടുത്തെ അടുത്ത് തന്നെ താമസിക്കണം പൂന്തോപ്പിൽ. അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു. കാര്യം എന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് ഒരു റിലക്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടത്തില്ല. അപ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിരീക്ഷിച്ചിട്ട് നാട്ടുകാർ അകലങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്ന് അനുഗ്രഹം ചോന്നുകൊണ്ട് പോകുമ്പോഴും നാട്ടുകാർക്ക് തട്ടിപ്പറക്കി ജീവിക്കുക. അപ്പോൾ ഇവർക്കൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവർ പെട്ടെന്ന് അവിടേക്കൊരു ലിങ്ക് വരും. നമുക്ക് ബേസിക് ഗോഡ് ഓഫ് ലവ് ഓഫ് ഗോഡ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ഒരു സങ്കട സമയത്ത് നിങ്ങൾ ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞെന്ന് നിങ്ങൾ ധരിക്കരുത്. അവരല്ല പറഞ്ഞത്, നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയുന്ന അബദ്ധം എന്താണെന്നറിയാവോ? അത് അവർ നാത്തുവിൻ്റെ അനിയത്തിയാണല്ല പറഞ്ഞത്. അവൾ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ ഉടമ്പടി എടുത്തിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. നമ്മൾ അവളെല്ലാം നോക്കണം. നമ്മളോട് ആരാണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് അവരെ നോക്കും. അവരല്ല നോക്കേണ്ടത്. ദൈവസ്നേഹം നിങ്ങൾക്കുള്ളത് കാരണം നിങ്ങളെ അവളിലൂടെ വന്ന് ദൈവം വിളിക്കുകയാണ്. ഇപ്പം അതങ്ങനെ ആ പൂന്തപ്പുകാരത്തിൻ്റെ സാക്ഷ്യം പോകണം, ലേബലിൽ പോകണം, അങ്ങനെയാണ്. അവർക്ക് ലിങ്ക് ഇട്ട ഉടനെ അവർക്ക് മനസ്സിലായി. എല്ലാ കൂട്ടുകാരും പണ്ട് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞ ആൾക്കാർ പോലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൃപാസനത്തെ ലിങ്കായിട്ട് കൊടുക്കണത്. അപ്പോഴവർ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ മിനിമം ദൈവസ്നേഹത്തിലുള്ള ആൾക്കാർ എത്ര വേഗം ഉടമ്പടി എടുക്കുന്നത് നല്ലതാണ്. എന്താ കാര്യം എന്നറിയാവോ? ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഉടമ്പടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനുഗ്രഹം നേടുന്ന ശേഷി കൂടും. ഇതൊരു വാല്യൂ ആഡഡ് പ്രോജക്റ്റാണ്. ഈ മൂല്യവർദ്ധിതമായിട്ടുള്ള ആധ്യാത്മിക പദ്ധതിയാണിത്. മറ്റ് പ്രാർത്ഥനാ രൂപമല്ലല്ലോ, ഇത് പ്രോജക്റ്റല്ലേ. കാരണം നിബന്ധനകൾ ദൈവത്തിൻ്റെ ജോസഫച്ചൻ വരെ നിബന്ധന വെച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഉള്ള നിബന്ധനയെല്ലാം സുവിശേഷത്തിലുള്ള ദൈവവചനത്തിലുള്ള നിബന്ധനയല്ലേ ഉള്ളൂ.
ദൈവവചനത്തിലുള്ള നിബന്ധനകളും നിങ്ങളുടെ നിയോഗങ്ങളുമാണ്. പക്ഷെ നിയോഗം വെച്ചിട്ടില്ല. ആ സെലീന നിയോഗം വെച്ചിട്ടില്ല. എന്നാ അവരുടെ പേര്? ജിസാമേർ നിയോഗം വെച്ചിട്ടില്ല. നിയോഗം വെച്ചിട്ടില്ല എന്നതിൻ്റെ കാര്യം എന്താ? ഗ്യാപ്പുള്ളത് കൊണ്ടാണ്. 10 കൊല്ലത്തെ ഗ്യാപ്പാണ്. കല്യാണവും കുഞ്ഞുങ്ങളെ പെറ്റതും വളർത്തിയതുമായിട്ടൊക്കെ 10 കൊല്ലം ഗ്യാപ്പായി. അപ്പോൾ അത് പ്രൊഫഷൻ ബേസിൽ അവർക്കിനി ജോലി കിട്ടത്തില്ല. ഒരു ഹോസ്പിറ്റലും എടുക്കത്തില്ല. വല്ല ഇപ്പം നാട്ടിലെ ഹോസ്പിറ്റൽ വല്ലയിടത്തൊക്കെ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വിളിക്കുന്നില്ലാതെ ഗ്യാപ്പ് വന്ന അപകടകരമായ സംഭവം. അതുകൊണ്ടാണ് നഴ്സുമാരൊക്കെ എത്രയും വേഗം വിട്ടുപോകാൻ നോക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷേ എന്താ പറ്റി? അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിലാണ് അവരത് ജീവിച്ചത്. അതുകൊണ്ട് അവർ ആ ജോലിക്ക് വെച്ചില്ലെങ്കിലും കർത്താവ് ഒരു ലിങ്ക് ഇട്ട് കൊടുത്ത്, അത് രസസാക്ഷി ഒരു ലിങ്ക് ഇട്ട് കൊടുത്തു. അബുദാബിയിൽ നിന്ന് ലിങ്ക് വന്ന്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക്. അപ്പോൾ അവർക്ക് സങ്കടമായി. ഇത് ഞാനെന്ത് ചെയ്യാനാണ്? എനിക്ക് ഗ്യാപ്പല്ലേ, അബുദാബിൻ്റെ ആരെടുക്കാനാണ്? പക്ഷേ ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ആ ലിങ്ക് വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ആ ലിങ്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരുടനെ വിളിച്ച് പറഞ്ഞു ഉടനെ കയറിപ്പോരാൻ 15 ദിവസത്തിൽ കയറിപ്പോകാൻ പറ്റും. 15 ദിവസത്തിൽ കയറിപ്പോരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഗ്യാപ്പിൻ്റെ കാര്യം അവർ പറഞ്ഞില്ല. പക്ഷേ ഇൻ്റർവ്യൂ എന്നപ്പോൾ പ്രശ്നമായി. ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വെൻറ്റിലേറ്ററെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ്. വെൻറ്റിലേറ്റർ കേടായാൽ എന്ത് ചെയ്യണം, വെൻറ്റിലേറ്റർ എപ്പോഴാണ് മാറ്റണം എന്ന് പറയുമ്പോൾ ഗ്യാപ്പല്ലേ, ഇവക്കറിയത്തില്ല. പുതിയ വെൻറ്റിലേറ്റർ സിസ്റ്റം വരുന്നില്ല. പണ്ടത്തെ വെൻറ്റിലേറ്റർ ചില പറയാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സമയത്തും. ആ വെൻറ്റിലേറ്ററെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പല ചോദ്യങ്ങൾ ഇവർ തട്ടിമുട്ടിയൊക്കെ ഉത്തരം പറഞ്ഞ്, ഗ്യാപ്പൊക്കെ മറത്തി വെച്ച് ഉത്തരം പറഞ്ഞ്. പക്ഷേ വെൻറ്റിലേറ്ററെ കുറിച്ച് ചോദിച്ചപ്പോൾ പണിയായിപ്പോയി. അപ്പോൾ മാഡം സത്യമായിട്ട് പറഞ്ഞു, മാഡം എനിക്ക് ഗ്യാപ്പുണ്ട്, ഐ എം നോട്ട് ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ഫോർ ദിസ് ജോബ്. 10 കൊല്ലം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോഴുടനെ അവർ ചൂടായി, വാട്ട് നോൺസെൻസ്, പിന്നെ നിങ്ങൾ എന്തിനാ അപേക്ഷ കൊടുത്തതായി. പിന്നെ അവർ വാട്ട് നോൺസെൻസ്, നിങ്ങൾ എന്തിനാ അപേക്ഷ കൊടുത്തതായി. അതിന് ഇവർക്ക് മറുപടി ഉണ്ട്. ഇവർ ഉടമ്പടി എടുത്തിട്ടാണ് അപേക്ഷ കൊടുത്തത്, അവരോട് പറയാൻ പറ്റുമോ? അതാണ് പ്രശ്നം. നമുക്ക് പല കാര്യങ്ങളും പലരോടും പറയാൻ പറ്റത്തില്ലല്ല. അവർ മിണ്ടാതിരുന്ന് വേറെ 2 ചോദ്യം ചോദിച്ചാൽ ക്യാൻസൽ ചെയ്ത്, ഇറ്റ് ഈസ് വെരി പതറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ റൂളുണ്ടാ, ആ ഗ്യാപ്പുള്ള ആൾക്കാർ എടുക്കരുതെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കി. ഇവരെ പുറത്താക്കിയെങ്കിൽ ഇവർ പുറത്തേക്ക് കാശൂരം വെച്ചുകൊണ്ടിരുന്നൊരു ജപമാല ചെല്ലുകയാണ്. ഇവിടെ അബുദാബി ചെന്നിരിക്കണമല്ലേ, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം പുറത്ത് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വായിച്ച് 60 പേര് ഇൻ്റർവ്യൂവിൽ 6 പേര് ഷോർട്ട് ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ പേരുണ്ട്. ഷോർട്ട് ലിസ്റ്റ് 6 പേരില്ല, 60 പേരെടുത്തില്ല, 6 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇവരുടെ പേരെന്ത്? ഇവരൊന്നും മിണ്ടിയിട്ടില്ല. വെന്റിലേറ്റർ എന്താണ് ബബ ജബ 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 അടിച്ച പാർട്ടിയാണ്, മിണ്ടിയിട്ടില്ല. ഒരു സ്റ്റോറി മൂവ് ചെയ്യണം. ദിവസം കണ്ട നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാം ലോകം മുഴുവനുള്ള ആൾക്കാർ പറയും എന്താണ് ഇവിടുന്ന് കിട്ടി മലയാളിക്ക് നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടിയുടേതാണ്. നിൻ്റെ മെറിറ്റില്ലാതെ വർക്ക് ചെയ്യണത്, അത് നിൻ്റെ മെറിറ്റല്ല, ബട്ട് ബൈ ഗ്രേസ്, അതിൻ്റെ കരുണയിലാണ്. കൈ അടിച്ച് കിടത്താറ് തുടരുക. ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് നിന്റെ കൃപ പ്രവർത്തിച്ച് ഞങ്ങളെ സാക്ഷികളായി നന്ദി പറയുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലേ